ഒരു കെയർ ഹോമിലായിരുന്നു. ആഹ് ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ജീവിതത്തില് ഏതെങ്കിലും ഒരു മൊമെന്റില് സ്റ്റക്കായി പോയവര്, തോറ്റുപോയവര്, അങ്ങനെ തോക്കാത്തവര് ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല. എല്ലാരും ഒരുപക്ഷെ തോൽവിന്നായിരിക്കും അല്ലെ? ഒരു പുതിയ തുടക്കം എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പോ അപ്പൊ ഈ തോറ്റുപോയവര് എങ്ങനെയായിരിക്കും അവര് പിന്നീട് സർവൈവ് ചെയ്ത് വന്നത്? ചിലര് ആ തോറ്റുപോയടത്ത് തന്നെ തളർന്നു വീണവരുണ്ട്. ചിലര് അതിനകത്ത് ഉയർത്തെണീറ്റ് വന്നവരുണ്ട്. അപ്പം ഈ ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ആ ഒരു പ്രോസസ്സ്, അതിന് നമുക്ക് എന്തുമാത്രം തോറ്റുപോയ ഒരാള് എങ്ങനെയായിരിക്കണം അയാളുടെ ജീവിതം ഒരു റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അവർക്ക് എപ്പോഴും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്, അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെ എനിക്കൊരു 6 വർഷത്തോളം സമയം വേണ്ടി വന്നു. എൻ്റെ ജീവിതത്തില് ഒരു മൊമെന്റില് ഞാൻ തോറ്റുപോയെന്ന് എനിക്ക് തോന്നിയപ്പം ഞാൻ സ്റ്റോപ്പായി. ഞാൻ സ്റ്റക്കായി പോയെന്ന് എനിക്ക് തോന്നിയ ഒരു ഒരു ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പം ഈ സ്റ്റക്കായി പോയ സമയത്ത് എനിക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇനി എങ്ങനെയാണ് മുന്നോട്ട് ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു മൊമെന്റ് ഉണ്ടായി. അതിനുശേഷം എനിക്ക് ഒരു 6 വർഷത്തോളം സമയമെടുത്തു. ഇനി എങ്ങനെ വേണം എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ, എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്ത് ചെയ്യണമെന്ന് ഉള്ള ആ ഒരു പ്രോസസ്സ്, അതിന് ഇത്രയും ആ ഒരു ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങള്, ഞാൻ എങ്ങനെയാണ് ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് ഒരു കരിയർ ബിൽഡ് ചെയ്തത്, എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് വന്ന് ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ മാന്യമായ ശമ്പളം കൈപ്പറ്റുന്നു, ഞാൻ മറ്റൊരു രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നു, എനിക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നു, എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഫാമിലി ലൈഫ് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങള്? അപ്പം ഈ ഒരു 6 വർഷം ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഈ ഒരു 6 വർഷം ഞാൻ ചെയ്ത കാര്യങ്ങള് വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ആരെങ്കിലും ഇപ്പൊ തോറ്റുപോയവര്, ആരെങ്കിലും ജീവിതത്തിൽ സ്റ്റക്കായി പോയവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണിത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ കൺഫ്യൂസ് ആയി നിൽക്കുന്ന സമയമായിരിക്കും. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് ഞാൻ പറയുന്നത്, ഞാൻ എല്ലാം ഇതിനകത്ത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇതൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി എല്ലാം ഞാനൊരു ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രീം ഉണ്ട്, നമുക്കൊരു ഡ്രീം കൺട്രി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇന്ന രാജ്യത്ത് പോയി ജോലി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഗവൺമെന്റിൽ ഇന്ന ഒരു പോസ്റ്റ് ജോലി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു എക്സാം ക്ലിയർ ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രീമോ അല്ലെങ്കിൽ ഒരു ഗോള് കാണുമായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഇത് എല്ലാവരുടെ അടുത്തൊന്നും പോയി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ അടുത്തും പോയി നമ്മളിത് പറയേണ്ട കാര്യവും. അപ്പൊ നമുക്ക് വളരെ ക്ലോസ് ആണെന്ന് നമ്മളത് പറഞ്ഞാൽ അവരത് കേൾക്കുമെന്ന് ഉറപ്പുള്ളവരടുത്ത് മാത്രം നമ്മളിത് ഷെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലാവരുടെ അടുത്തൊന്നും പോയി നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുപോലും ഞാൻ പറയുന്നത് ആരോടും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആരോടത്തും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ OET എന്നൊരു എക്സാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പം ആ ഒരു സമയത്തൊന്നും ഞാൻ ആരടുത്തും തന്നെ പറഞ്ഞില്ല. ഞാൻ എക്സാം ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ 1-2 പേരോട് പോലും പറയുന്നത്. എൻ്റെ വീട്ടിലുള്ളവർ പോലും ഞാൻ എക്സാം ബുക്ക് ചെയ്തതിന് ശേഷം അറിയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുശേഷം, നമ്മളിപ്പോൾ ഒരു തോറ്റുപോയി,
ഓക്കെ. അതിനുശേഷം നമ്മളൊരു പ്ലാൻ വെക്കുക. ഇനി അടുത്ത് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ കയ്യിൽ എന്താണുള്ളത്? എൻ്റെ കയ്യിൽ നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ? അല്ലെങ്കിൽ എനിക്കൊരു സ്കില്ലുണ്ടോ? അത് നമ്മള് കണ്ടെത്തുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ ഓർ നമ്മുടെ സ്കില്ല്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെലുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സായിരുന്നു. അപ്പം എനിക്ക് ജോലിയിൽ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. എൻ്റെ പാഷനൊക്കെ കുറച്ച് വ്യത്യാസമായിരുന്നു. ഞാനിത് പഠിച്ചെങ്കിലും എനിക്ക് വേറെ കുറച്ച് എന്താ പറയുക പാട്ട് പാടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു എനിക്കിഷ്ടം. അപ്പം ഞാൻ അതിനകത്ത് നിന്നെല്ലാം ഞാൻ ഡീവിയേറ്റ് ആയി. എനിക്കൊരു തോൽവി സംഭവിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ആകപ്പാടുള്ളത് ഞാൻ പഠിച്ച ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എനിക്ക് ജോലി ചെയ്യണം. അപ്പൊ ഞാൻ വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിലാണ് ഞാൻ ആദ്യം തന്നെ ജോലി ചെയ്ത് തുടങ്ങി. തുച്ഛം എന്ന് പറയാൻ പറ്റത്തില്ല. അതും വെച്ച് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 11,000 രൂപയായിരുന്നു എൻ്റെ ശമ്പളം. ഞാൻ ഈ ഒരു 2019 ഞാൻ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങുന്നതും എൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു കെയർ ഹോമിലായിരുന്നു. ഒരു കെയർ ഹോമിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അവിടുന്ന് സാലറി മേടിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കൊരു ജോലി കിട്ടി. ഞാൻ ഒരാളെ സ്നേഹിച്ചു. ആ ഒരു സ്നേഹത്തിലേക്ക് എത്താൻ വേണ്ടി വീണ്ടും എനിക്ക് 2 വർഷം, അതായത് അതിനു മുമ്പത്തെ ഒരു വലിയൊരു ഡിസാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷം വീണ്ടും എനിക്ക് 2 വർഷത്തോളം വേണ്ടി വന്നു ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും. അപ്പം അങ്ങനെ ഞാൻ ഒരാളെ കണ്ടെത്തി, ഞാൻ പ്രണയിച്ചു, ഞാൻ വിവാഹം ചെയ്തു, എനിക്കൊരു കുട്ടി ഉണ്ടായി. ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം വീണ്ടും എനിക്ക് ജോലിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ കാര്യത്തിനും നമ്മുടെ ഭർത്താവിന്റെ അടുത്തോ നമ്മുടെ വീട്ടുകാരുടെ അടുത്തോ നമുക്ക് പൈസ ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക. അത് ഒരു 5,000 രൂപയാണെങ്കിലും ഒരു 10,000 രൂപയാണെങ്കിലും നമ്മൾ സ്വന്തം അധ്വാനത്തിൽ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് പൈസ നമുക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുക, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ മാനിഫെസ്റ്റേഷൻ. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഒരു മാനിഫെസ്റ്റേഷന്റെ എന്തോ ഒരു സംഭവം ഇപ്പൊ വൈറൽ ആവുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ വൈറൽ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഞാനിപ്പം ഇന്ന രാജ്യത്ത് പോയി കഴിഞ്ഞ എൻ്റെ ഒരു പോകാൻ ആഗ്രഹം, എനിക്ക് സത്യത്തിൽ ജെന്യുനായിട്ട് പറഞ്ഞാൽ എനിക്ക് UK പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഈ UK പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ്, എങ്ങനെയായിരിക്കും ഞാൻ എന്താ പറയുന്നത്, എൻ്റെ ലൈഫ് എങ്ങനെ സെറ്റിൽ ആകും, എൻ്റെ ഫാമിലിക്ക് എന്തൊക്കെ, എൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കിട്ടും. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അവിടം വരെ എത്താൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ എല്ലാരും പറയത്തില്ല ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയത്തില്ലേ. ആ ഒരു കുന്നിക്കുരു അല്ല കിട്ടിയേക്കുന്നത്, മറ്റൊരു രാജ്യത്ത് മറ്റൊരു നല്ലൊരു ജോലി തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ അന്നേരം നമുക്കത് നല്ലൊരു അത് നടക്കും. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുന്ന കാര്യം നമുക്ക് നടക്കും. നമ്മളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഡ്രീം ചെയ്ത് നോക്കുക. അതുകൊണ്ട് എനിക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു വണ്ടി മേടിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ലൂപ്പിനകത്ത് നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പ് ലൂപ്പ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വലിയൊരു ടോപ്പിക്കാണ് അത് എനിക്ക് ഒറ്റൊരു വീഡിയോയിൽ പറയാൻ ഒക്കത്തില്ല. ഈ റിലേഷൻഷിപ്പ് ലൂപ്പ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ് അതിനകത്ത് വരും. ഒരു അമ്മയും മകളും, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഒരു കാമുകൻ കാമുകി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുമായിട്ടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ്, ഇതെല്ലാം ഈ റിലേഷൻഷിപ്പ് ലൂപ്പിനകത്ത് വരുന്ന കാര്യമാണ്. നമ്മൾ ഈ ഒരു ഇമോഷണൽ ആ ഒരു ഇതിനകത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനോ നമുക്ക് മുന്നോട്ട് പോകാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിനകത്ത് നിന്ന് ഫസ്റ്റ് നമ്മൾ കുറച്ചൊരു പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നിട്ട് നമുക്ക് എപ്പോഴും അവരുടെ സ്നേഹവും കമ്മിറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും വേണം. ദ സെയിം ടൈം നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് നമ്മളുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് വേണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേടിയെടുക്കാനുള്ള ആ ഒരു ഇതുണ്ടാവണം. അപ്പൊ നമ്മൾ ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറച്ചിട്ട് കൂടുതൽ നമ്മുടെ വർക്കിലും നമ്മുടെ പഠിത്തത്തിലും ഒക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് അടുത്ത പോയിന്റ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുറച്ച് അതിനകത്ത് നമ്മൾ എങ്ങനെ പുറത്തേക്ക് വരിക എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പാട്ട് കേൾക്കുക, നല്ല സിനിമകൾ കാണുക, നമ്മുടെ ഹോബീസ് തന്നെ നമ്മൾ
ഡെവലപ്പ് ചെയ്ത്, അതായത് നമ്മുടെ ഹോബീസ് ചിലപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പാട്ട് പാടുന്നതും ബുക്ക് വായിക്കുന്നതും നല്ല നല്ല സിനിമ, പഴയ സിനിമ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഈ എക്സ്ട്രാ ഫോൺ വിളി, ചാറ്റിങ്, അല്ലെങ്കിൽ ഒരുപാട് പുറത്തു പോയി കറങ്ങാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് നമ്മുടെ ഒരു കുറച്ച് മീ ടൈം, എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം കണ്ടെത്തുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലി 12 അവേഴ്സ് ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. അപ്പം ഈ 12 അവേഴ്സ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്, കുഞ്ഞിന്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നതും പഠിക്കുന്നതും എല്ലാം. അപ്പം ഈ എല്ലാ ഒരു പോയിന്റും ഞാൻ ഈ ഒരു പഠിത്തത്തിലേക്ക് കൊണ്ടുവരുന്നത്, ആ ഒരു ഇപ്പം പഠിത്തം ഇല്ലാത്തവർ കാണുമായിരിക്കും അല്ലെ, അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ചിലർ തയ്ക്കുന്നവരായിരിക്കും, ചിലർക്ക് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പാഷൻ ഉള്ളവര് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പഠിത്തത്തില് ഇൻട്രസ്റ്റ് ഉള്ളവർ പഠിക്കുക. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ തയ്യലോ അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് കണ്ടെത്തി അതിനകത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് പ്രൊഫഷണൽ ആകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയുക. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക. എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, എനിക്ക് ഒരു വലിയൊരു എക്സാം തന്നിട്ടും അതിനകത്ത് പഠിക്കാനുള്ള മെറ്റീരിയലും സമയവും തരുവാണെങ്കിൽ എനിക്കത് പഠിച്ച് പാസ്സാകാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് ഓവർ കോൺഫിഡൻസ് ആണ് എനിക്ക്. അത് അത്രയും കോൺഫിഡൻസിന്റെ ആവശ്യമില്ല, അത്യാവശ്യം വേണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓവർ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ OET പോലുള്ള ഒരു എക്സാം ഒരു കോച്ചിങ് പോലും പോകാതെ ഞാൻ പഠിച്ചതും. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു നിനക്ക് ഇത് കിട്ടത്തില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനിപ്പോ സൗദിയിലോട്ട് വരുമ്പോഴാണെങ്കിൽ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു നിനക്ക് അവിടെ പോയി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയത്തില്ല, നീ അവിടെ പോയി പെട്ടുപോകും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അതിനകത്ത് നിന്നെല്ലാം മാറ്റിക്കൊണ്ട് ഞാനിപ്പം ഒരു 7-8 മാസമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. എനിക്കൊരു ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും നമ്മള് കുറച്ചും കൂടെ ജെന്യുവൻ ആയിട്ടിരിക്കുക, ആത്മാർത്ഥമായിട്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ആരെയും പറ്റിക്കാതിരിക്കുക, തട്ടിപ്പ് കാണിക്കാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ കൂടുതൽ ഒരുപാട് അങ്ങ് പ്രാർത്ഥിക്കുവോ അല്ലെങ്കിൽ ഒരുപാട് ദൈവത്തിനെ ശല്യപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ ദൈവത്തിന് അറിയാം, ഓക്കെ ഇവളിപ്പോ ഓക്കെയാണ്, ഇവളിപ്പോ പ്രശ്നക്കാരിയൊന്നും അല്ല, ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ദൈവം തന്നെ വിചാരിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ആരെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും മുന്നോട്ട് വരാൻ പറ്റും. ജീവിതം എന്ന് പറയുന്നത് എന്നെ വളരെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ സഫാരി ചാനലിനകത്ത് കണ്ടതാ. അതിനകത്ത് പറയുന്നുണ്ട്, ഈ സ്പേസ് ഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത്, അതായത് ഈ ഭൂമിയുടെ അപ്പുറത്ത് നമ്മുടെ ഈ നാസയുടെ ഇതുണ്ടല്ലോ, സ്പേസ് ഷിപ്പ്. ഈ സ്പേസ് ഷിപ്പിനകത്ത് ഇരിക്കുന്നവരോടത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഇതിനകത്തിരിക്കുമ്പോ പേടിയില്ലേ, ഇതിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഈ ബഹിരാകാശ പേടകത്തിൽ ഇരിക്കുന്നവർ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഇരിക്കുന്നത് ഒരു പേടകത്തിലല്ലേ, ഈ ഭൂമി എന്ന് പറയുന്ന ഒരു പേടകത്തിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത്, ഇവിടെ എപ്പോ വേണമെങ്കിലും എന്ത് വേണേലും സംഭവിക്കാലോ. അപ്പൊ അത് അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഓൾറെഡി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന നമ്മള് ധൈര്യമായിട്ടെല്ലാം നേരിടുക, എന്ത് പ്രശ്നം വന്നാലും ധൈര്യമായിട്ട് നേരിടുക, ഒന്നും പേടിക്കാതിരിക്കുക, നമ്മുടെ പേടി മാറ്റിവെക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ അടുത്തൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, ബൈ.